പരിശുദ്ധമായ ദീനിനെ തൊട്ട് ആര് കളിച്ചാലും അവർക്കെതിരെ പടപൊരുതാൻ സമസ്തയുടെ മക്കൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അതാണ്. ഈ ഉമ്മത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ട് ഞങ്ങളെ വളർത്തിയത് എന്തിനാണെന്നറിയോ? ഈ ഉമ്മത്തിന് വരുന്ന അപജയങ്ങൾ തുറന്നു കാണിച്ച് ഇതാ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിനെ സമുദ്ധരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തമ്മാടികൾ എന്തെങ്കിലും പോസ്റ്റർ ഉണ്ടാക്കി സയ്യിദുൽ ഉലമക്കെതിരെയോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടിനെതിരെയോ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്ററുകൾ ഉണ്ടാക്കി മുന്നോട്ട് വന്നാൽ ആ തമ്മാടിയോട് ഫതബയ്യനു, അതിന്റെ സത്യാസത്യം നിങ്ങൾ അന്വേഷിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, മുസ്ലിമീങ്ങളല്ലേ? മഹാനായ സയ്യിദുൽ ഉലമയുടെ കൈമുത്താൻ വേണ്ടി ഒരാൾ വന്നപ്പോ അയാളോട് സയ്യിദുൽ ഉലമ പറഞ്ഞു, മുത്തലൊക്കെ വേറെ സ്ഥലത്ത്, മുത്തലൊക്കെ വേറെ സ്ഥലത്ത്, ഇവിടെ മുത്തലില്ല. അപ്പോഴേക്ക് ആള് എടാ പാണക്കാട് തങ്ങളെന്നാ പറഞ്ഞത്. സുബ്ഹാന ജല്ല വഅല, അത് പാണക്കാട് തങ്ങളെയാണ് പറഞ്ഞത് എന്ന് സയ്യിദുൽ ഉലമ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ സയ്യിദുൽ ഉലമയുടെ അടുത്തേക്ക് ആരെങ്കിലും വെള്ളം ഊതാൻ വേണ്ടി കൊണ്ടുവരുമ്പോ സയ്യിദുൽ ഉലമ പറയും, ഊത്ത് ഇവിടെ ഇല്ല, ഇവിടെ ഓത്തേ ഉള്ളൂ, ഊത്ത് വേറെ സ്ഥലത്താണ്, അതും കൊണ്ടേറ്റും വേറെ സ്ഥലത്തേക്ക്. ആര് ഒച്ചപ്പാടുണ്ടാക്കിയാലും ആര് ബഹളം ഉണ്ടാക്കിയാലും സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ കാറ്റിലും കോളിലും മാടാതെ ഉലയാതെ കരക്കണഞ്ഞതുപോലെ ഇത് ലക്ഷ്യപ്രാപ്തി പൂർത്തിയാക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ഇതിന് അസ്ഥിവാരമിട്ട ആളുകൾ, ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾ, ഇതുവരെ നേതൃത്വം നൽകിയ ആളുകൾ എല്ലാം പരമപരിശുദ്ധരായ ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് ചില ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അനുജന്മാരോ ജ്യേഷ്ഠന്മാരോ അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും മക്കൾ അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സദയം അപേക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം ഇത് സമസ്തയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ നേതൃത്വം നൽകുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. ആരും മക്കാറാക്കേണ്ടതില്ല. ഇതിനെ ഔലിയാക്കൾ നിയന്ത്രിക്കുന്നുണ്ടല്ലോ. ഔലിയാക്കൾ നിയന്ത്രിക്കുന്നത് എന്തേ കാണാത്തത്? കാണേണ്ട സമയത്ത് കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരെയും അതിൻ്റെ ആശയങ്ങളെയും എതിർക്കുന്ന സമയത്ത് കൃത്യമായി അതിനെക്കുറിച്ച് പഠനം നടത്തി ചോദിക്കേണ്ടവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഇറങ്ങി തിരിച്ചാൽ മതി. ആരെങ്കിലും ഒരു വാട്സപ്പ് പോസ്റ്റ് ഇടുന്ന സമയത്ത് ആ പോസ്റ്റ് വളരെ പെട്ടെന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. നമ്മൾ തസ്ബീഹ് ചെല്ലുന്ന, നമ്മൾ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഉയർത്തുന്ന ഈ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഒന്ന് മെല്ലെ അമർത്തിയാൽ ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ആ മെസ്സേജ് കൈമാറും. അതിന്റെ സത്യാസത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അതറിയണം. സത്യവിശ്വാസിയുടെ ബാധ്യത അതാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചാടി പുറപ്പെട്ട് ആ മെസ്സേജുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യേണ്ടവനല്ല സത്യവിശ്വാസി. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബയിൻ ഫതബയ്യനൂ. ഏതെങ്കിലും തമ്മാടികൾ എന്തെങ്കിലും പോസ്റ്റർ ഉണ്ടാക്കി സയ്യിദുൽ ഉലമക്കെതിരെയോ പാണക്കാട് സാദാത്യങ്ങൾക്കെതിരെയോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടിനെതിരെയോ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്ററുകൾ ഉണ്ടാക്കി മുന്നോട്ട് വന്നാൽ ആ തമ്മാടിയോട് ഫതബയ്യനു, അതിന്റെ സത്യാസത്യം നിങ്ങൾ അന്വേഷിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, മുസ്ലിമീങ്ങളല്ലേ? മുസ്ലിമീങ്ങളുടെ ബാധ്യതയല്ലേ? സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ പത്തിലും ഇറച്ചിയും വാങ്ങാനുള്ളവർ മാത്രമാണോ? 5 വക്ത് നിസ്കാരം മാത്രമാണോ? ഇത് മാത്രമാണോ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെയും സുന്നത്തിന്റെയും അല്ലെങ്കിൽ സുന്നിയുടെയും അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെയും ബാധ്യത എന്നുള്ളത്? അല്ല. അള്ളാഹു നമ്മോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ശിരസ വഹിക്കാൻ ബാധ്യതപ്പെട്ടവനാണ് സത്യവിശ്വാസി. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഏതെങ്കിലും ഇരുട്ട് മുറിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആരുടെയെങ്കിലും തലയിൽ നിന്ന് എന്തെങ്കിലും ആശയം വരുന്നുണ്ടെങ്കിൽ ആ ആശയം അതൊരു പോസ്റ്റർ രൂപത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് ഇതിന് എന്റെ സംഘടനക്ക് എന്ത് ദോഷമുണ്ടാകും, ഇത് മഹാനായ പണ്ഡിതന്മാർക്ക് എന്ത് ദോഷമുണ്ടാകും, ഇത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മുറിവെന്താണ്, ഇത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഛിദ്രതയുടെ ആഴം എത്രയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. കാരണം മുസ്ലിമീങ്ങളുടെ ബാധ്യത അതാണ്, സത്യവിശ്വാസികളുടെ കടമ അതാണ്, സത്യവിശ്വാസികളുടെ ബാധ്യത അതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമല്ല, നമുക്ക് പരലോകം എന്ന ഒന്നുണ്ട്.
ഈ പരലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോഴേക്ക് അപ്പോഴേക്ക് നമ്മൾ അതിന്റെ ലമീർ വേറെ സ്ഥലങ്ങളിലേക്ക് മടക്കുക. ഉദാഹരണം ഞാൻ പറയാം. മഹാനായ സയ്യിദുൽ ഉലമ എൻ്റെ ഉസ്താദാണ്, 2 വർഷത്തെ എൻ്റെ ഉസ്താദാണ്. ഉസ്താദ് മുഷാവറയിൽ കയറുന്നതിന് മുമ്പ് തന്നെ തോന്നുന്നു അല്ലേ, മുഷാവറയിലാകുന്നതിന് മുമ്പേ സയ്യിദുൽ ഉലമ എൻ്റെ ഉസ്താദാണ്. സയ്യിദുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം സയ്യിദുൽ ഉലമയുടെ ഒരു പ്രത്യേക പ്രകൃതമാണ്. ആരോടും അങ്ങനെ തന്നെ, അത് ദർസിലും അങ്ങനെ തന്നെ, കോളേജിലും അങ്ങനെ തന്നെ. ഒരു പ്രത്യേക സ്നേഹം എന്ന് പറഞ്ഞാൽ സയ്യിദുൽ ഉലമയെ പോലെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും വലിയ സ്നേഹത്തിന്റെ ഉടമയാണത്. പക്ഷേ ചില സമയങ്ങളിൽ മഹാനവരുകളുടെ പ്രകൃതം ഒന്ന് ക്ഷോഭിക്കും. ചിലതങ്ങനെയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ സയ്യിദുൽ ഉലമ ഏതെങ്കിലും നേരത്ത് എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിന്റെ ലമീർ വേഗം വേറെ സ്ഥലത്തേക്ക്. ഉദാഹരണം ഞാൻ പറയാം. മഹാനായ സയ്യിദുൽ ഉലമയുടെ കൈമുത്താൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അയാളോട് സയ്യിദുൽ ഉലമ പറഞ്ഞു, മുത്തലൊക്കെ വേറെ സ്ഥലത്ത്, മുത്തലൊക്കെ വേറെ സ്ഥലത്ത്, ഇവിടെ മുത്തലില്ല. അപ്പോഴേക്ക് ആള് എടാ പാണക്കാട് തങ്ങളെന്നാ പറഞ്ഞത്. സുബ്ഹാന ജല്ല വഅല, അത് പാണക്കാട് തങ്ങളെയാണ് പറഞ്ഞത് എന്ന് സയ്യിദുൽ ഉലമ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ സയ്യിദുൽ ഉലമയുടെ അടുത്തേക്ക് ആരെങ്കിലും വെള്ളം ഊതാൻ വേണ്ടി കൊണ്ടുവരുമ്പോ സയ്യിദുൽ ഉലമ പറയും, ഊത്ത് ഇവിടെ ഇല്ല, ഇവിടെ ഓത്തേ ഉള്ളൂ, ഊത്ത് വേറെ സ്ഥലത്താണ്. അതും കൊണ്ടേറ്റും വേറെ സ്ഥലത്തേക്ക്. സയ്യിദുൽ ഉലമ ഇതാ, ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഹാഷിം ദാരിമിയുണ്ട്, ഹാരിസ് ദാരിമിയുണ്ട്, ഞങ്ങളൊക്കെ ഉസ്താദിന്റെ ശിഷ്യൻ. ഉസ്താദ് പഴയ കാലത്ത് തന്നെ അങ്ങനെയാണ്, കൈ മുത്താൻ വിടാറില്ല. അതുപോലെ തന്നെ നമ്മൾ പോലും നൂല് കൊണ്ടേ കൊടുത്താൽ നമ്മളോട് പറയും ഊത്തിവിടെ ഇല്ല. ഇതൊക്കെ നമ്മൾ വേഗം അതിന്റെ ലമീർ. എന്താണ് ഇതിന്റെ താല്പര്യം എന്നറിയോ? ഇതിന്റെ താല്പര്യം പാണക്കാട് സാദാത്യങ്ങളും ജിഫ്രീത്തങ്ങളും തമ്മിൽ എന്തോ ഒരു വലിയ വിഷയമുണ്ട്. മഹാനായ സയ്യിദുൽ ഉലമയും പാണക്കാട് സാദാത്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് പവിത്രമായ ബന്ധമാണ്. ആ ബന്ധത്തെക്കുറിച്ച് അവര് തന്നെ വാചാലമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? സയ്യിദുൽ ഉലമ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് സയ്യിദുൽ ഉലമയോട് ഞാൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ചു, ഉസ്താദിന് പച്ച കൊല്ലിയിട്ടൂടെ, പച്ച പട്ടിങ്ങനെ ഇട്ടൂടെ? ഉസ്താദിന് പച്ച ഇടാണ്ടെന്ന് എന്നെ ഭയങ്കര കാണാൻ ഗ്ലാമർ ഇല്ലെന്ന് വെച്ചെന്നോട്. ഇതാണ് സയ്യിദുൽ ഉലമയുടെ നിലപാട്, പച്ച ഒല്ലിയില്ല. അപ്പോ അത് പറയുമ്പോഴേക്ക് ചിലപ്പോൾ ദ്വാ സമ്മേളനത്തിന് വിളിക്കാം, ദ്വാ സമ്മേളനം വേറെ ആളാണ്, ഞാനില്ലാന്ന്. ഉസ്താദിന്റെ രോഗം ഉസ്താദ് നോക്കണ്ടേ, ഉസ്താദിന്റെ ആഫിയത്ത് നോക്കണ്ടേ? ഇങ്ങനെ 10 മണിക്ക് ഉറങ്ങുന്നോണ്ടല്ലേ ഓടി നടക്കുന്നത് ഈ പ്രായത്തിലും? നമുക്ക് കഴിയോ? ഞാൻ ഇവിടെ നിന്ന് കാസർഗോഡേക്ക് വരുമ്പോ ഞാൻ തളർന്നുപോയി. സയ്യിദുൽ ഉലമ ഇന്ന് കോഴിക്കോടാണെങ്കിൽ നാളെ മലപ്പുറത്ത്, മറ്റന്നാൾ വയനാടില്, അതിന്റെ പിറ്റന്നാൾ ഗൾഫില്, അതിന്റെ പിറ്റന്നാൾ തിരുവനന്തപുരത്ത്. ഈ സമുദായത്തിന് വേണ്ടി അവിടുത്തെ ആരോഗ്യം പോലും നോക്കാതെ ഓടുകയാണ്. ആ മഹാനുഭാവനെ കുറിച്ച് ആവശ്യമില്ലാത്തത് ഇങ്ങനെ പറയാം. ഇത് പടച്ചുവിടുന്നത് നമ്മൾ ആരും പറയുന്നില്ല, മുസ്ലിം ലീഗുകാരാണെന്ന് പറയുന്നില്ല. കാരണം ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്. ഇവിടെ ഇരിക്കുന്ന ഏറെക്കുറെ ആളുകൾ അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയാണ്. മുസ്ലിം ലീഗുകാർ, ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ നിലപാട് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറയും. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും പറഞ്ഞിട്ടുണ്ട്, സമസ്തന്റെ നിലപാട് സമസ്തന്റെ ആലിമീങ്ങൾ പറയും. ബാക്കി കുറെ വാട്സപ്പ് മുഫ്തിമാർ വരികയാണ്, വാട്സപ്പ് മുഫ്തിമാർ. അത്തരം മുഫ്തിമാരെ നമ്മൾ കണ്ടറിയണം, തിരിച്ചറിയണം. അത് കണ്ടിട്ടാണ് നമുക്ക് വലിയ ആകുലതയും വിഷമവും നമ്മളുള്ള, അതായത് വെറുപ്പിങ്ങനെ പറഞ്ഞു പരത്തുക. യഥാർത്ഥത്തിൽ ഒരു സംഘടനയെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? അതിന്റെ നേതാക്കന്മാരെ തേജോവധം ചെയ്യാന്നുള്ളതാണ്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർക്ക് തെറ്റുപറ്റിപ്പോയി. ഇത് സയ്യിദുൽ ഉലമയാണ്, ഇത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. യഥാർത്ഥത്തിൽ ഈ മഹിതമായ പ്രസ്ഥാനം സയ്യിദുൽ ഉലമ പറയുന്നത് പോലെ ഔലിയാക്കളാൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ വണ്ടിയിൽ നമ്മളിങ്ങനെ കയറുന്നു എന്ന് മാത്രം. അല്ലാഹു തആല മരിക്കുന്നത് വരെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സയ്യിദുൽ ഉലമ കമ്മ്യൂണിസ്റ്റായിരുന്നു, അമീദ് ഫൈസി ഉസ്താദ് കമ്മ്യൂണിസ്റ്റായിരുന്നു, നമ്മളെ ഉസ്താദുമാരൊക്കെ കമ്മ്യൂണിസ്റ്റായെന്നൊക്കെ പറയുന്ന ആരാന്നറിയോ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓനെ സ്ഥാനാർത്ഥിയാക്കാത്തതുകൊണ്ട് ഓൻ കമ്മ്യൂണിസ്റ്റ് ആയാളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓൻ കമ്മ്യൂണിസ്റ്റ് ആവും. ഓന്റെ ഉമ്മാക്ക് സ്ഥാനം കൊടുത്തില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവും. ഓന്റെ ഉപ്പാക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവും. ഈ കമ്മ്യൂണിസത്തിലേക്ക് പോയ ആളുകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരെ കുറിച്ച് കമ്മ്യൂണിസം ആരോപിക്കുന്നെങ്കിൽ ഒരു കാര്യം പറയാം, കമ്മ്യൂണിസ്റ്റുകാർ ലീഗിനെതിരെ സമസ്തക്കെതിരെ വന്നാലും ദീനിനെതിരെ വന്നാലും ആ കമ്മ്യൂണിസത്തിനെയും നഖശിഖാന്തം എതിർക്കാൻ സമസ്തയുടെ പ്രവർത്തകന്മാരുണ്ടാകുമെന്നുള്ളതാണ്. ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയമില്ല. പരിശുദ്ധമായ ദീനിനെ തൊട്ടാര് കളിച്ചാലും അവർക്കെതിരെ പടപൊരുതാൻ സമസ്തയുടെ മക്കൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അതാണ് ഈ ഉമ്മത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ട് ഞങ്ങളെ വളർത്തിയത് എന്തിനാണെന്നറിയോ? ഈ ഉമ്മത്തിന് വരുന്ന അപജയങ്ങൾ തുറന്നു കാണിച്ച് ഇതാ
ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിനെ സമുദ്ധരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളുമായി വന്ന് ഇതാ എല്ലാവരും കമ്മ്യൂണിസ്റ്റായി. ആരായി കമ്മ്യൂണിസ്റ്റ് ആയത്? വെറുതെ പ്രചരണങ്ങൾ. ആരാ കമ്മ്യൂണിസ്റ്റ് ആയത്? ഇതാരാ പറയുന്നത്? ഇന്നലെ പിടിച്ചല്ലോ കുറെ ആൾക്കാരെ. ആരായി പറയുന്നത്? ജയരാജൻ സഖാവിനെ പള്ളിയിൽ കൊണ്ടുപോയി മിമ്പറിന്റെ അടുത്ത് വെച്ച് പ്രസംഗിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നത്. പള്ളിയിൽ കയറ്റാൻ പറ്റുമോ ഇല്ലേ എന്നല്ല നമ്മുടെ മസല, ജയരാജൻ സഖാവിനെ വിളിക്കാൻ പറ്റുമോ ഇല്ലേ എന്നല്ല പിന്നെ നമ്മുടെ വർത്താനം. മറിച്ച് പറയുമ്പോൾ രണ്ടു ഭാഗവും ബാലൻസ് ചെയ്തിട്ട് പറയണ്ടേ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധരിക്കാനൊന്നുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏത് നിലപാടിലാണോ രൂപീകൃതമായിട്ടുള്ളത് അതേ നിലപാടിൽ തന്നെ സയ്യിദുൽ ഉലമ വന്നോടുകൂടി എല്ലാവരും കമ്മ്യൂണിസ്റ്റായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ സുഖത്തിന് വേണ്ടി പാർട്ടി മാറുന്ന ആളുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ മെമ്പർ ആവാൻ സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ പാർട്ടി മാറും. പാർട്ടി മാറലും മാറാതിരിക്കലും ഒരു താൽക്കാലിക ട്രെൻഡാണിത്. എന്നാൽ സമസ്ത മാറലും മാറാതിരിക്കലും എന്ന ഒന്നില്ല. സമസ്ത എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ്. ഈ രൂപത്തിൽ നിന്നും മാറാൻ പാടില്ല എന്നുള്ളതാണ്. ഈ രൂപത്തിൽ നിന്നും മാറിയവനെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിന്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് അവൻ കൊതറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ ഭംഗിയായി നിർവഹിക്കപ്പെടണം. നേരത്തെ ചില പ്രഭാഷകന്മാർ പറഞ്ഞു, പള്ളി കമ്മിറ്റികളിലും മദ്രസ കമ്മിറ്റികളിലുമൊക്കെ സുന്നത്ത് ജമാഅത്തിനോട് ഇഷ്ടമില്ലാത്തവരും താല്പര്യമില്ലാത്തവരും ആ സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്തരക്കാരെ ആ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകന്മാർ സജ്ജമാവണമെന്നുള്ളതാണ് എനിക്ക് പറയാൻ. കാരണം സുന്നികളുടെ സ്ഥാപനങ്ങൾ, സുന്നികളുടെ പള്ളികൾ, സുന്നികളുടെ മദ്രസകൾ, അവർ വലിയ മഖാമിൻ്റെയും അതുപോലെ തന്നെ വലിയ ഉറൂസ് കമ്മിറ്റിയുടെയും നേതാക്കന്മാരായിരിക്കും. പക്ഷേ ഒരു പ്രാവശ്യം പോലും ആ മഖാമിൽ കയറി സിയാറത്ത് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനോടൊന്നും അവർക്ക് താല്പര്യമില്ല. അത്തരക്കാരായ ആളുകളെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ അതിന് അവസരം വരുന്ന സമയത്ത് വളരെ സൗമ്യമായ നിലയിൽ ആളുകൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെയും സുന്നത്ത് ജമാഅത്തിൻ്റെയും പ്രസക്തി മനസ്സിലാക്കി കൊടുത്ത് അത്തരക്കാരെ അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി അത്തരം സ്ഥാനങ്ങളിലേക്ക് ആശയങ്ങളോടും ആദർശങ്ങളോടും കൂറുള്ള ആളുകളെ കൊണ്ടുവരണം എന്നാണ് സാന്ദർഭികമായി പറയാനുള്ളത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ മഹിതമായ ഒരു സോവനീറുണ്ട്, സമസ്തയുടെ ചരിത്രം പറയുന്നത്. ഇതിൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ 60ാം വാർഷിക ഐതിഹാസിക സമ്മേളനത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. നിങ്ങൾ വായിക്കണം. നിങ്ങൾ വായിക്കുമ്പോഴാണ് ഞാൻ കടന്നുറങ്ങേണ്ടവനല്ല, ഈ സമസ്തയ്ക്ക് വേണ്ടി പണിയെടുക്കേണ്ടവനാണെന്ന് പറഞ്ഞ് തളർവാദം പിടിച്ചവൻ പോലും രംഗത്ത് വരിക. 60ാം വാർഷികത്തിൻ്റെ സമസ്തയുടെ ശൈഖുനയുടെ പ്രസംഗമുണ്ട്. പഠിക്കണം. നമ്മൾ ആരെയും തോപ്പിക്കാൻ വന്നവരല്ല, നമ്മൾ ഉമ്മത്തിനെ വിജയിപ്പിക്കാൻ വന്നവരാണ്. ഈ ഉമ്മത്തിനെ വിജയിപ്പിക്കാൻ വന്നവർ. അതുകൊണ്ട് തന്നെ എതിരാളികൾ ഒരുപാടുണ്ട്. ആ എതിരാളികളുടെ കൂട്ടത്തിൽ കുറച്ചാളുകൾ കൂടി ഇപ്പോൾ കൂടിയിട്ടുണ്ട്.